ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. ഫാമിലി പ്ലാനിങ്ങിന്റെ ഒരു ക്യാമ്പ് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ മഹേഷ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ജെഡി സാബ് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞതാ. എങ്കിൽ സാബിനെ തന്നെ വിളിച്ചോ, എന്നെ അതിനൊന്നും കിട്ടില്ല. ഇവളെ കൂട്ടിക്കോ, നിന്റെ ശിഷ്യല്ലേ? ശിഷ്യത്തൊക്കെ വിട്ടു. ഇപ്പൊ മെഡിസിൻ കേൾക്കുന്നതേ ഒക്കെ അലർജിയാ. ഒരിക്കൽ എൻട്രൻസ് എഴുതി തോറ്റതിന് ഇവിടെ ഉള്ളവരുടെ പരിഹാസം. സിന്ധു അതൊന്നും കാര്യമാക്കണ്ട. ഇവൾ ഡോക്ടർ ആയത് മെറിറ്റിലോ എൻട്രൻസ് എഴുതിയിട്ടോ അല്ലല്ലോ. എന്റെ അച്ഛൻ 1.5 ലക്ഷം മുടക്കിയ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത്. ആരും മുടക്കിയില്ല, കമ്പനി ലോണായിരുന്നു. എന്തായാലും എന്റെ അച്ഛൻ വഴിയായിരുന്നില്ലേ, അതിപ്പോഴും സാധിക്കും. ഡോക്ടർ ആവാൻ തനിക്ക് അത്രയ്ക്ക് മോഹമുണ്ടോ? എന്റെ ലൈഫിലെ ഏക അംബിഷനാ. എന്നാ വാ, വഴി ഞാൻ പറഞ്ഞുതരാം. പുറമെ ആരെയും ക്ഷണിക്കണ്ട. കഴിഞ്ഞ കെന്നൽ ക്ലബ്ബ് മീറ്റിംഗ് പോലെ കള്ളു കുടിച്ച് കൂത്താടും. ശരി. ഹലോ ആന്റി. വീട്ടിലേക്കല്ലേ? കയറിക്കോളൂ. വേണ്ട, ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. എടി രശ്മി, നിന്റെ മുറച്ചർക്കം കൂടെ കൂടെ ഡോക്ടറെ കാണാൻ വരുന്നുണ്ടല്ലോ. നീ വേഗം പിടിച്ചിട്ടില്ലെങ്കിലേ കാക്ക കുത്തിപ്പോവും. എന്തിനടി മഹേഷ് ഇവിടെ വന്നത്? ഞാൻ വിളിച്ചായിരുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ അവനുമായി കൂട്ടുകൂടാൻ പോകരുതെന്ന്? എന്താ കുഴപ്പം? വേറെ ഈ ക്യാമ്പസിലുള്ളവർ ആണിനായാലും പെണ്ണിനായാലും ഗോസിപ്പിനല്ലേ നേരമുള്ളൂ. മഹേഷ് എനിക്കൊരു റിലീഫ്. ഐ ലൈക്ക് ഹിം. എടി അവൻ തനി റാസ്കലാടി. മേലിവിടെ കണ്ട എന്റെ സ്വഭാവം മാറും. പിന്നെ അച്ഛനെ വിരട്ടി ഭരിക്കുന്ന പോലെ എന്റെ നേരെ വന്നാലുണ്ടല്ലോ, എന്റെ ഈ സ്വഭാവം മാറും. എടി അമ്മോ, താഴെ ഒരാളിരിക്കുന്നു. ഫാക്ടറിയിലാണെങ്കിൽ സ്വസ്ഥതയില്ല, ഇവിടെ അതിനപ്പുറം എന്തിനാ ഈ വഴക്ക്? ഓ, അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. പോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. അമ്മയും മകളും തമ്മിൽ ചെറിയൊരു വഴക്ക്. അവരെ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല. വരൂ, നമുക്കൊന്ന് നടക്കാം. മോഹിച്ചതിലേറെ നേടിയപ്പോ അഹങ്കരിച്ചവനാ ഞാൻ. ഇന്ന് അതൊരു ഭാരമായി ഏറ്റേണ്ടി വരുന്നു. മനസ്സിന് സ്വസ്ഥതയില്ലാതെ ഒരു ശാപം പോലെ. ദേവന്റെ അമ്മ എഴുതിയ കൂട്ടത്തിൽ ഇയാൾ അല്പം മുൻകോപിയും എടുത്തുകാട്ടക്കാരനുമാണ് സൂചിപ്പിച്ചിരുന്നു. തൽക്കാലം ആ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമാകും. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വഴി വന്നത്. ട്രേഡ് യൂണിയന്റെ പേരിൽ വേട്ടപ്പട്ടികളെ പോലെ ചോര മണത്ത് നടക്കുന്ന ഒരു കൂട്ടം റൗഡികളുണ്ട്. ആ സംഘത്തിൽ ഒരുവനായിരുന്നു കുട്ടിയാലി. അന്നൊരു യൂണിയൻ വഴക്ക് വർഗീയ സംഘടനമായി മാറി. അതിലാ കുട്ടിയാലി കൊല്ലപ്പെട്ടത്. ദേവന്റെ അച്ഛന് ഒരു പൊളിറ്റിക്സും ഗ്രൂപ്പും ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടും പകപോക്കാൻ അവർ... എനിക്ക് ഓർമ്മയുണ്ട് സാർ. അന്ന് ലഹളസ്ഥലത്തേക്ക് പുറപ്പെട്ട നിന്റെ അച്ഛനെ ഞാൻ തടയേണ്ടതായിരുന്നു. ആ കുറ്റബോധം എനിക്കുണ്ട്. അതുകൊണ്ട് പറയുക, ഒന്നിലും ഇടപെടാതെ സൂക്ഷിക്കണം. മനസ്സിലായോ?